ഹലോ മൈ ഡിയർ സമ്പത്താറിനത് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോൻ്റെ താലം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വള, തള, അരഞ്ഞാണം, ചരട്, പൊട്ട്, പൗഡർ, ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസൊക്കെ താലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്നലെ തന്നെ ഉള്ളതുകൊണ്ട് കുളിച്ച് റെഡി ആവേണ്ട ആ ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ല വലിയ ഫംഗ്ഷനൊന്നും അല്ല, ഒരു കുഞ്ഞ് ഫംഗ്ഷനാണ്. അതായത് വലിയമ്മൻ്റെയും വലിയച്ഛൻ്റെയും കുറച്ച് ആൾക്കാർ മാത്രമായിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അനിയനും അമ്മയൊക്കെ ഇന്ന് വന്നതുകൊണ്ട് മോളങ്ങ് അവനോട് സെറ്റായി കേട്ടോ. അവനെ കണ്ടതും അങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്നിട്ടുണ്ട്. അതായത് അവളുടെ നാത്തൂനാണ് ഇത്, ഹസ്ബൻഡിൻ്റെ അനിയത്തി കേട്ടോ. അപ്പോൾ അവളാണ് ചടങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വളയും തളയും അരഞ്ഞാണവും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുമോൻ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ജലദോഷവും തുമ്മലും കഫക്കെട്ടൊക്കെ ആയിട്ട് അതിൻ്റെ അസ്വസ്ഥത. പിന്നെ നല്ല ദിവസങ്ങൾക്ക് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ചടങ്ങുകളും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചടങ്ങ് എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു സമയം നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചടങ്ങൊക്കെ. അപ്പം അതിനുശേഷം കുറച്ച് സമാധാനം ആയിട്ടാവാം നമ്മുടെ നെയിം റിവീൽ ചെയ്യണത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ആ ഒരു ഫംഗ്ഷൻ കണ്ടില്ലേ, കുറച്ച് പേരെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ രണ്ടുപേരും ചെവിയിൽ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം മാമനും കൂടെ ചെവിയിൽ പേര് വിളിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് കരച്ചിലൊക്കെ മാറ്റിയിട്ട് വന്നതിന് ശേഷമാണ് നമ്മളിവിടെ നെയിം റിവീൽ ചെയ്തത്. യുവാൻ കൃഷ്ണ എന്നാണ് പേര് കേട്ടോ. അങ്ങനെ നമ്മുടെ പേരൊക്കെ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പേരൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ചെറിയച്ഛൻ്റെ കണ്ണാടിയിൽ നിന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നല്ല ഉഗ്രൻ സദ്യ തന്നെയായിരുന്നു. അത് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലിയമ്മയുടെ മോനെ ഏട്ടൻ വിളമ്പി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾ തന്നെ കഴിക്കണം, ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ചൊരു പിടി അങ്ങ് പിടിച്ചു. ഇനി എന്നെക്കൊണ്ട് ഇത് എന്തായാലും കഴിക്കാൻ പറ്റില്ലെന്നറിയാം. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടാണ് അതിൽ കറിയൊക്കെ ഒഴിച്ചത്. അപ്പോൾ എൻ്റെ ഇലയിൽ നിന്ന് അടുത്തുള്ള അനിയത്തിയുടെ ഇലയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം പാലട പായസം കൂടെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം കൂട്ടിയിട്ട്. മോള് ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒത്തിരി വർത്താനം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി.